മാതാപിതാക്കൾ നിരന്തരമായിട്ട് അസ്വസ്ഥരാണ്. മക്കൾ മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിരന്തരമായ അസ്വസ്ഥതയുടെയും ഭാരത്തിൻ്റെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ, അവർ വഴിതെറ്റി പോകോ, ഒരു ഏതെങ്കിലും രീതിക്ക് പോകോ എന്നൊക്കെ നിരന്തരമായി ആശങ്കപ്പെട്ട് ആകുലപ്പെട്ട് മാതാപിതാക്കൾ കടന്നു പോവുക. ഈ ആശങ്ക ആകുലത മാറാൻ ഒറ്റ കാര്യം ചെയ്യുന്നത് കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും മക്കളെ ഭരമേൽപ്പിച്ചിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും കഴിയുക. നമ്മുടെ പരിപാലനയിലല്ലോ, കർത്താവിൻ്റെ പരിപാലനയിലെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ദൈവത്തിന് അവരെ നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായി എന്നറിഞ്ഞപ്പോൾ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കാരണം ഇനി യേശുവിൻ്റെ സാന്നിധ്യമില്ല. ഈശോ പറയുന്നുണ്ട്, അങ്ങ് എനിക്ക് തന്നവർക്ക് ഞാൻ അങ്ങയുടെ വചനം കൊടുത്തു എന്ന് പറയാം. ഞാൻ അവർക്ക് വചനം കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലൊക്കെ കൊടുത്തിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. ഇത്തരം കാര്യങ്ങൾ നടന്നാൽ പിന്നെ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല. ദൈവം അവരെ പരിപാലിച്ചോളും, ദൈവം അവരെ വഴി നടത്തിക്കോളും, ദൈവം തൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും അവരെ കൈക്ക് പിടിച്ച് നടത്തിക്കോളും.